നമസ്കാരം. ഇന്ന് ഒരു ചെറിയ കഥ, കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. പുല്ലിൽ നിന്നുണ്ടായ ആൺകുട്ടി. രാമായണത്തിൽ ശ്രീരാമൻ അശ്വമേധയാഗം നടത്തുമ്പോൾ അശ്വത്തെ പിടിച്ചു കെട്ടാൻ ധൈര്യം കാണിച്ചത് 2 കുട്ടികളാണ്. അതിധീരന്മാരായ ആ കുട്ടികൾ ആരാണെന്ന് നോക്കാം. സീതയുടെ മക്കളായ ലവനും കുശനുമായിരുന്നു ആ കുട്ടികൾ. ശത്രുഘ്നൻ അശ്വമേധയാഗത്തിൻ്റെ ഭാഗമായി യാകാശത്തെയും കൊണ്ട് ലോകം ചുറ്റി നടന്നു. യാകാശത്തെ ലവകുശന്മാർ പിടിച്ചു കിട്ടി. ശ്രീരാമൻ്റെ സഹോദരനായ ശത്രുഘ്നനും ലക്ഷ്മണനും പൊരുതി നോക്കിയിട്ടും ലവകുശന്മാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ വാൽമീകി മഹർഷി പറഞ്ഞപ്പോഴാണ് കുട്ടികൾ ഈ ആകാശത്തെ അഴിച്ചുവിട്ടത്. ലവകുശന്മാരിൽ കുശൻ്റെ ജനനം സാധാരണ രീതിയിലല്ലായിരുന്നു. ആ കഥ നോക്കാം. രാമൻ ഉപേക്ഷിച്ച സീത ഗർഭിണിയായിരുന്നു. അവൾ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് താമസിച്ച് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അവന് ലവൻ എന്ന് പേരിട്ട് സീത വളർത്തി. സീത പുഴയിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ കുട്ടിയെ നോക്കിയിരുന്നത് വാൽമീകി മഹർഷിയായിരുന്നു. എന്നാൽ ഒരു ദിവസം സീത കുളിക്കാൻ പോയപ്പോൾ അവർ ലവനെ കൂടെ കൊണ്ടുപോയി. മഹർഷി അത് മനസ്സിലാക്കിയില്ല. മഹർഷി ലവനെ ഉച്ചത്തിൽ വിളിച്ച് ആശ്രമ വനത്തിലെല്ലായിടത്തും നടന്നു നോക്കി. കുഞ്ഞിനെ കാണാതായപ്പോൾ വല്ല കാട്ടുമൃഗങ്ങളും അവനെ പിടിച്ചു തിന്നിരിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം വളരെയധികം ഭയപ്പെട്ടു. കുളി കഴിഞ്ഞ സീത തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞിനെ കാണാഞ്ഞാൽ അവൾ നെഞ്ചു പൊട്ടി മരിച്ചു പോകും. വാൽമീകി ഭയപ്പെട്ടു. ഇനി എന്തു ചെയ്യും? മഹർഷി ഒരു കുശപ്പുല്ല് പറിച്ചെടുത്ത് ലവനെ പോലുള്ള ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി ആശ്രമത്തിൽ കിടത്തി. കുളി കഴിഞ്ഞെത്തിയ സീത കുഞ്ഞിനെ കണ്ട് അത്ഭുതപ്പെട്ടു. വാൽമീകി ഉണ്ടായ സംഭവമെല്ലാം അവളോട് പറഞ്ഞു. സീതാദേവി ആ കുഞ്ഞിനെയും ലവനോടൊപ്പം വളർത്തി. കുശപ്പുല്ലുകൊണ്ടുണ്ടാക്കിയ കുട്ടിയായതുകൊണ്ട് കുഞ്ഞിന് അവൾ കുശൻ എന്ന പേരിട്ടു. ലവനെ പോലെ തന്നെ കുശനിലും ശ്രീരാമൻ്റെ എല്ലാ ഗുണങ്ങളും വിളങ്ങി നിന്നിരുന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.